ഗുഡ് മോർണിംഗ് ഓൾ. വെൽക്കം ടു ടുഡേയ്സ് ക്ലാസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലസ്റ്റർ ഓർ മൾട്ടി സ്റ്റേജ് സാമ്പിളിംഗ് എന്താണെന്നാണ്. വെൻ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് ഈസ് നോട്ട് പോസിബിൾ ഡ്യൂ ടു ദ സൈസ് ഓഫ് ദ പോപ്പുലേഷൻ, ക്ലസ്റ്റർ റാൻഡം സാമ്പിളിംഗ് ഈസ് ക്യാരിഡ് ഔട്ട്. സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് മെത്തേഡ്സ് നമുക്ക് യൂസ് ചെയ്യാൻ കഴിയാത്ത സിറ്റുവേഷനിൽ നമ്മൾ ക്ലസ്റ്റർ ഓർ മൾട്ടി സ്റ്റേജ് സാമ്പിളിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. സൈസ് ഓഫ് ദ പോപ്പുലേഷൻ കാരണമാണ് നമ്മളിത് സെലക്ട് ചെയ്യുന്നത്. A simple random sampling cannot be imagined when the population under study is entire population of Asia. Simple random sample ഫോർ എക്സാമ്പിൾ ഏഷ്യയുടെ മൊത്തം പോപ്പുലേഷനെ കുറിച്ചാണ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നതെങ്കിൽ അതിൽ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ആ സമയത്ത് നമുക്ക് ക്ലസ്റ്റർ സാമ്പിളിംഗ് ആണ് യൂസ് ചെയ്യേണ്ടത്. ക്ലസ്റ്റർ സാമ്പിളിംഗ് മീൻസ് റാൻഡം സെലക്ഷൻ ഓഫ് സാമ്പിളിംഗ് യൂണിറ്റ് കൺസിസ്റ്റ് ഓഫ് പോപ്പുലേഷൻ എലമെൻറ്റ്സ്. പോപ്പുലേഷൻ എലമെൻറ്റ്സിൻ്റെ ക്ലസ്റ്റർ സാമ്പിളിംഗ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ദെൻ ഫ്രം ഈച്ച് സെലക്റ്റഡ് സാമ്പിളിംഗ് യൂണിറ്റ് a sample of population element is drawn by either simple random selection or stratified random sampling. This method is used in case where the population elements are scattered over a wide area. പോപ്പുലേഷൻ എലമെൻറ്റ്സ് ഒരു വൈഡ് ഏരിയയിൽ സ്കാറ്റേർഡ് ആയിട്ടാണ് കിടക്കുന്നതെങ്കിൽ നമുക്ക് ക്ലസ്റ്റർ ഓർ മൾട്ടി സ്റ്റേജ് യൂസ് ചെയ്യാം. സ്കാറ്റേർഡ് ഓർ ക്ലസ്റ്റർ. It is impossible to obtain a list of all the elements. The important thing to remember about this sampling technique is to give all the clusters equal chances of being selected. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സാമ്പിളിംഗ് ടൈപ്സ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എല്ലാ സാമ്പിളിങ്ങിനും ഈക്വൽ ചാൻസ് നമ്മൾ കൊടുക്കണം. ജിയോഗ്രഫിക്കൽ യൂണിറ്റ്സ് ആർ ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ് വൺസ് ഇൻ റിസർച്ച്. ഫോർ എക്സാമ്പിൾ, എ റിസർച്ചർ റിക്വയർസ് ടു സർവേ ദ അക്കാഡമിക് പെർഫോമൻസ് ഓഫ് ഇന്ത്യൻ ഹൈസ്കൂൾ സ്റ്റുഡൻസ്. ഫോർ എക്സാമ്പിൾ, ഒരു റിസർച്ചർ ഇന്ത്യൻ ഹൈസ്കൂൾ സ്റ്റുഡൻസിൻ്റെ അക്കാഡമിക് പെർഫോമൻസ് അളക്കുവാണ്. അപ്പോൾ ആ സമയത്ത് ഹി ഓർ ഷീ ക്യാൻ ഡിവൈഡ് ദ എൻറ്റയർ ഇന്ത്യൻ പോപ്പുലേഷൻ ഇൻറ്റു ഡിഫറെൻറ്റ് ക്ലസ്റ്റേഴ്സ്. അതായത് എൻറ്റയർ ഇന്ത്യൻ പോപ്പുലേഷനെ നമുക്ക് ഡിഫറെൻറ്റ് ക്ലസ്റ്റേഴ്സ് അല്ലെങ്കിൽ സിറ്റി ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഡിപ്പെൻഡിങ് ഓൺ ഹിസ് ഓർ ഹർ റിസർച്ച് ത്രൂ സിമ്പിൾ ഓർ സിസ്റ്റമാറ്റിക് റാൻഡം സാമ്പിളിംഗ് യൂസ് ചെയ്യാം. ദ റിസർച്ചർ ദെൻ സെലക്ട് എ നമ്പർ ഓഫ് ക്ലസ്റ്റേഴ്സ്. സിസ്റ്റമാറ്റിക് റാൻഡം സാമ്പിളിംഗ് അല്ലെങ്കിൽ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് യൂസ് ചെയ്ത് അതിനെ ക്ലസ്റ്റർ ആക്കാം. Then the researcher can either include all the high school students as subject or he or she can choose a number of subjects from each cluster. അതിനുശേഷം റിസർച്ചറിന് എന്ത് ചെയ്യാൻ സാധിക്കും? എല്ലാ ഹൈസ്കൂൾ സ്റ്റുഡൻസിനെയും സബ്ജക്റ്റായിട്ട് ഉൾപ്പെടുത്താം, അല്ലെങ്കിൽ ഓരോ ക്ലസ്റ്ററിൽ നിന്നും കുറച്ച് നമ്പേഴ്സിനെ സെലക്ട് ചെയ്യാം. ത്രൂ സിമ്പിൾ ഓർ സിസ്റ്റമാറ്റിക് റാൻഡം സാമ്പിളിംഗ് ഫ്രം ദ സെലക്ടഡ് ക്ലസ്റ്റേഴ്സ്. അതായത് റാൻഡംലി സെലക്ട് ചെയ്ത സിറ്റിയിൽ നിന്ന് കുറച്ച് ക്ലസ്റ്റേഴ്സിനെ അതിൽ നിന്ന് സെലക്ട് ചെയ്യാം. അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ക്ലസ്റ്റർ ഓർ മൾട്ടി സ്റ്റേജ് സാമ്പിളിങ്ങിന് ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് 1 സ്റ്റേജ് ക്ലസ്റ്റർ സാമ്പിൾ, 2 സ്റ്റേജ് ക്ലസ്റ്റർ സാമ്പിൾ, മൾട്ടി സ്റ്റേജ് ക്ലസ്റ്റർ സാമ്പിൾ, പ്രോബബിലിറ്റി പ്രൊപ്പോർഷൻ ടു സൈസ് ക്ലസ്റ്റർ സാമ്പിളിംഗ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് 1 സ്റ്റേജ് ക്ലസ്റ്റർ സാമ്പിൾ. റീകോൾ ദ എക്സാമ്പിൾ ഗിവൺ എബോവ്. 1 സ്റ്റേജ് ക്ലസ്റ്റർ സാമ്പിൾ occurs when the researcher includes all the high school students from all the randomly selected clusters are sampled. ഈ 1 സ്റ്റേജ് എന്ന് പറയുന്നത് റിസർച്ചർ റാൻഡംലി സെലക്ട് ചെയ്യുവാണ് എല്ലാ ഹൈസ്കൂൾ സ്റ്റുഡൻറ്റ്, അതായത് ഡിഫറെൻറ്റ് ക്ലസ്റ്റേഴ്സ് ആക്കിയല്ലോ. അപ്പോൾ ഓരോ ക്ലസ്റ്ററിൽ നിന്നും റാൻഡംലി നമ്മൾ എല്ലാ ക്ലസ്റ്ററിൽ നിന്നും കുറച്ച് സ്റ്റുഡൻസിനും നമ്മൾ സെലക്ട് ചെയ്യുന്നതിനാണ് 1 സ്റ്റേജ് ക്ലസ്റ്റർ സാമ്പിളിംഗ് എന്ന് പറയുന്നത്. 2 സ്റ്റേജ് ക്ലസ്റ്റർ സാമ്പിളിംഗ് എന്ന് വെച്ചാൽ ഇനിഷ്യലി ദ റിസർച്ചർ ലിസ്റ്റ് ഓൾ ദ ക്ലസ്റ്റർ അപ്പിയറിംഗ് ഇൻ ദ പോപ്പുലേഷൻ. ആദ്യം എല്ലാ ക്ലസ്റ്ററിലും വരുന്ന സാമ്പിളിൻ്റെ ലിസ്റ്റ് ആദ്യം റിസർച്ചർ എടുക്കും. അത് കഴിഞ്ഞിട്ട് ദ ക്ലസ്റ്റേഴ്സ് ആർ സെലക്റ്റഡ് നോർമലി ബൈ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്. അത് കഴിഞ്ഞ് ഓരോ ക്ലസ്റ്റേഴ്സും സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വഴി സെലക്ട് ചെയ്യും. ദെൻ യൂഷ്വലി ബൈ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് ഓർ ഓഫൺ ബൈ സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് ദ എലമെൻറ്റ്സ് ഓർ യൂണിറ്റ്സ് ഇൻ ദ സെലക്റ്റഡ് ക്ലസ്റ്റേഴ്സ് ഓഫ് ദ ഫസ്റ്റ് സ്റ്റേജ് ആർ ദെൻ സാമ്പിൾഡ് ഇൻ ദ സെക്കൻഡ് സ്റ്റേജ്. അത് കഴിഞ്ഞിട്ട് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് റാൻഡം സാമ്പിളിംഗ് യൂസ് ചെയ്തിട്ട് എലമെൻറ്റ്സിനെ അല്ലെങ്കിൽ യൂണിറ്റ്സിനെ സെലക്ട് ചെയ്യും ഫസ്റ്റ് സ്റ്റേജായിട്ട്. അത് കഴിഞ്ഞ് അതിനെ നമ്മൾ സെക്കൻഡ് സ്റ്റേജായിട്ട് സാമ്പിൾ ചെയ്യും. അതിനെയാണ് 2 സ്റ്റേജ് ക്ലസ്റ്റർ സാമ്പിളിംഗ് എന്ന് പറയുന്നത്. മൾട്ടി സ്റ്റേജ് ക്ലസ്റ്റർ സാമ്പിളിംഗ് എന്ന് വെച്ചാൽ ഇൻ മൾട്ടി സ്റ്റേജ് ക്ലസ്റ്റർ സാമ്പിൾ ദ സാമ്പിളിംഗ് ഈസ് ഡൺ അറ്റ് മോർ ദാൻ ദ 2 ലെവൽസ് ബൈ ഇനിഷ്യലി ഐഡൻറ്റിഫൈയിങ് ക്ലസ്റ്റർ ആസ് പോപ്പുലേഷൻ അറ്റ് ഡിഫറെൻറ്റ് ലെവൽസ് ആൻഡ് സെലക്ടിങ് ദം യൂസിങ് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് ടെക്നിക് ആൻഡ് ഫൈനലി സെലക്ടിങ് യൂണിറ്റ്സ് യൂസിങ് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് ഓർ സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ്. ഇൻ മൾട്ടി സ്റ്റേജ് ക്ലസ്റ്റർ സാമ്പിളിൽ സാമ്പിൾ നമ്മൾ എങ്ങനെ എടുക്കും? 2 ലെവൽ, അതായത് ആദ്യം നമ്മൾ ക്ലസ്റ്റേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യും. പോപ്പുലേഷൻ അറ്റ് ഡിഫറെൻറ്റ് ലെവലിലെ പോപ്പുലേഷൻസ് ആയിട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിനെ നമ്മൾ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് ടെക്നിക്ക് ആയിട്ട് സെലക്ട് ചെയ്യും. എന്നിട്ട് അതിനെ നമ്മൾ
സെപ്പറേറ്റ് യൂണിറ്റ്സ് അല്ലെങ്കിൽ എലമെൻറ്റ്സ് ആക്കും. എങ്ങനെ? സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് വെച്ച് സെപ്പറേറ്റ് നമ്മൾ യൂണിറ്റ്സ് ആക്കും. പ്രോബബിലിറ്റി പ്രപ്പോർഷൻ ടു സൈസ് ക്ലസ്റ്റർ സാമ്പിളിംഗ്, അതാണ് നാലാമത്തെ ടൈപ്പ്, ലാസ്റ്റ് ടൈപ്പ്. അപ്പോൾ അതിൽ പറയുന്നതെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ വേരിയൻ്റ് ഓഫ് ക്ലസ്റ്റർ സാമ്പിളിംഗ്. ക്ലസ്റ്റർ സാമ്പിളിങ്ങിൻ്റെ ഒരു വേരിയൻ്റാണ് പ്രോബബിലിറ്റി പ്രപ്പോർഷൻ ടു സൈസ് ക്ലസ്റ്റർ സാമ്പിളിംഗ്. അപ്പോൾ ഇതിൽ വെൻ സൈസ് ഓഫ് ദ ക്ലസ്റ്റർ ഈസ് നോട്ട് സെയിം ആസ് and there is risk of over sampling from smaller size cluster and under sampling from the larger size cluster. അതായത് ഈ ടൈപ്പ് ഓഫ് സാമ്പിളിംഗ് നമ്മൾ എടുക്കുന്നത് ക്ലസ്റ്ററിൻ്റെ സൈസിന് പ്രശ്നം വരുന്ന സമയത്താണ്. അതായത് ഓവർ സാമ്പിളിംഗ് വരും, സ്മോളർ സൈസ് ക്ലസ്റ്റർ വരും, അണ്ടർ സാമ്പിളിംഗ് വരും, ലാർജ് സൈസ് ക്ലസ്റ്റർ വരുന്ന സമയത്താണ് നമ്മൾ ഈ ഇത്തരത്തിലുള്ള സാമ്പിളിംഗ് മെത്തേഡ് എടുക്കുന്നത്. Then it is most useful when the sampling units vary considerably in size because it assures that those in larger sites have the same probability of getting into the sample as those in the smaller sites. അപ്പോൾ ഇതിൻ്റെ ഒരു മെത്തേഡ് എന്ന് വെച്ചാൽ സ്മോളർ സൈസിലും ലാർജർ സൈറ്റ്സിലും അവർക്ക് ഈക്വൽ ചാൻസ് കിട്ടും. ഫോർ എക്സാമ്പിൾ, റിസർച്ചർ ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ ഐഡൻറ്റിഫൈങ് ദ പ്രിവാലൻസ് ഓഫ് HCV ഇൻഫെക്ഷൻ ഇൻ റൂറൽ ആൻഡ് അർബൻ കമ്മ്യൂണിറ്റി ഓഫ് പഞ്ചാബ് സ്റ്റേറ്റ്. ഫോർ എക്സാമ്പിൾ, പഞ്ചാബ് സ്റ്റേറ്റിലെ റൂറൽ ആൻഡ് അർബൻ കമ്മ്യൂണിറ്റിയിൽ HCV ഇൻഫെക്ഷൻ്റെ പ്രിവാലൻസ് ആണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ദ മോസ്റ്റ് സൂട്ടബിൾ മെത്തേഡ് ഓഫ് സാമ്പിളിംഗ് വിൽ ബി പ്രോബബിലിറ്റി പ്രപ്പോർഷൻ ടു സൈസ് ക്ലസ്റ്റർ സാമ്പിളിംഗ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ടൈപ്സ് ഓഫ് സാമ്പിളിംഗ് ക്ലസ്റ്റർ സാമ്പിൾസ് പഠിച്ചു. ഫസ്റ്റ് വൺ സ്റ്റേജ് ക്ലസ്റ്റർ സാമ്പിൾ, 2 സ്റ്റേജ് ക്ലസ്റ്റർ സാമ്പിൾ, മൾട്ടി സ്റ്റേജ് ക്ലസ്റ്റർ സാമ്പിൾ ആൻഡ് പ്രോബബിലിറ്റി പ്രപ്പോർഷൻ ടു സൈസ് ക്ലസ്റ്റർ സാമ്പിളിംഗ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്ലസ്റ്റർ ഓർ മൾട്ടി സ്റ്റേജ് സാമ്പിളിംഗ് എന്താണെന്ന് പഠിച്ചു. When simple random sampling is not possible due to the size of the population, cluster sampling is using. Cluster sample means random selection of sampling unit consists of the population elements ആണ്. റാൻഡം സെലക്ഷൻ ഓഫ് സാമ്പിളിംഗ് യൂണിറ്റ്സ് ആണ്. അത് കഴിഞ്ഞ് ദെൻ ഫ്രം ഈച്ച് സിലക്റ്റഡ് സാമ്പിളിംഗ് യൂണിറ്റ്സിൽ നമ്മൾ ഒരു എലമെൻറ്റ്സിനെ അതിൽ നിന്ന് നമ്മൾ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് അല്ലെങ്കിൽ സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിങ്ങിൽ കൂടി നമ്മൾ ചൂസ് ചെയ്യും. ടൈപ്സ് പറഞ്ഞത് ഫസ്റ്റ് വൺ സ്റ്റേജ് ക്ലസ്റ്റർ സാമ്പിളിംഗ് ആണ്. അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞത് ഫസ്റ്റ് റീകോൾ ദ എക്സാമ്പിൾ. അതായത് 1 സ്റ്റേജ് ക്ലസ്റ്റർ സാമ്പിൾ എപ്പോഴാണ് നമ്മൾ ചെയ്യുന്നത്? റിസർച്ചർ ഓൾ ദ ഹൈസ്കൂൾ സ്റ്റുഡൻസിനെയും റാൻഡംലി നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്താണ് 1 സ്റ്റേജ് ക്ലസ്റ്റർ സാമ്പിളിംഗ് എന്ന് പറയുന്നത്. 2 സ്റ്റേജ് ക്ലസ്റ്റർ സാമ്പിളിംഗ് എന്ന് വെച്ചാൽ ഇൻ ദിസ് ഇനിഷ്യലി ദ റിസർച്ചർ ലിസ്റ്റ് ഓൾ ദ ക്ലസ്റ്റർ അപ്പിയറിംഗ് ഇൻ ദ പോപ്പുലേഷൻ. അതായത് പോപ്പുലേഷനിലുള്ള എല്ലാ സാമ്പിൾസിനെയും ഫസ്റ്റ് നമ്മൾ ക്ലസ്റ്റേഴ്സിനെയും ലിസ്റ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ദ ക്ലസ്റ്റേഴ്സ് ആർ സിലക്റ്റഡ് ബൈ, അത് കഴിഞ്ഞ് ക്ലസ്റ്റേഴ്സിനെ നമ്മൾ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് കൂടി സെലക്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് റാൻഡം സാമ്പിളിംഗ് യൂസ് ചെയ്തിട്ട് എലമെൻറ്റ്സിനെ അല്ലെങ്കിൽ യൂണിറ്റ്സിനെ നമ്മൾ സെലക്റ്റഡ് ക്ലസ്റ്റേഴ്സ് ഓഫ് ദ ഫസ്റ്റ് സ്റ്റേജ് ആക്കും. പിന്നെ അതിന് സെലക്റ്റഡ് സാമ്പിൾസ് ഓഫ് ദ സെക്കൻഡ് സ്റ്റേജ് ആക്കും. മൾട്ടി സ്റ്റേജ് ക്ലസ്റ്ററിൽ നമ്മൾ എന്താണ് പഠിച്ചത്? മൾട്ടി സ്റ്റേജ് ക്ലസ്റ്ററിൽ സാമ്പിളിംഗ് ഈസ് ഡൺ മോർ ദാൻ 2 ലെവൽസ്. 2 ലെവൽസിൽ മോർ ദാൻ നമ്മൾ സാമ്പിളിംഗ് ചെയ്യും. ഫസ്റ്റ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യും ക്ലസ്റ്റർ ഏതാണെന്ന്. അത് കഴിഞ്ഞ് നമ്മളതിനെ ഡിഫറെൻറ്റ് ക്ലസ്റ്റേഴ്സാക്കി മാറ്റും. അത് കഴിഞ്ഞ് അതിനെ പിന്നെ നമ്മൾ ഓരോന്നിനെയും യൂണിറ്റ്സ് ആക്കി എടുക്കും. ലാസ്റ്റത്തതാണ് പ്രോബബിലിറ്റി പ്രപ്പോർഷൻ ടു സൈസ് ക്ലസ്റ്റർ സാമ്പിളിംഗ്. അപ്പോൾ ഇതിൽ നമ്മൾ ഇത് ഒരു വേരിയൻ്റ് ആണ്. എന്ന് വെച്ചാൽ സൈസിൻ്റെ ഇഷ്യൂ ഉണ്ടാകാതിരിക്കാനാണ് നമ്മൾ പ്രോബബിലിറ്റി പ്രപ്പോർഷൻ ടു സൈസ് ക്ലസ്റ്റർ സാമ്പിളിംഗ് യൂസ് ചെയ്യുന്നത്. ഇതെപ്പോഴാണ് നമുക്ക് യൂസ്ഫുൾ ആവുന്നതെന്ന് വെച്ചാൽ നമ്മളൊരു ലാർജർ ഏരിയ എടുക്കുന്ന സമയത്താണ് ഇത് യൂസ്ഫുൾ ആകുന്നത്. ഫോർ എക്സാമ്പിൾ, റിസർച്ചർ ഇൻട്രസ്റ്റഡ് ഇൻ ഐഡൻറ്റിഫൈങ് ദ പ്രിവലൻസ് HCV ഇൻഫെക്ഷൻ്റെ റൂറൽ ആൻഡ് അർബൻ കമ്മ്യൂണിറ്റി പഞ്ചാബ് സ്റ്റേറ്റിലത് ആണ് ഒരാൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതിൽ എങ്കിൽ ഇത്തരത്തിലുള്ളൊരു സാമ്പിളിംഗ് മെത്തേഡാണ് ഒരു മോർ യൂസ് ചെയ്യുന്നത്. കാരണം ഇറ്റ് ഈസ് എ വേരിയൻ്റ് ആണ്, ഇതൊരു വേരിയൻ്റ് ആണ്. മീൻ സൈസ് ഓഫ് ദ ക്ലസ്റ്റർ ഈസ് നോട്ട് സെയിം. ക്ലസ്റ്ററിൻ്റെ സൈസുകൾ സെയിം അല്ലെന്നുണ്ടെങ്കിൽ ദർ ഈസ് എ റിസ്ക് ഓഫ് ഓവർ സാമ്പിളിംഗ്. അവിടെ ഓവർ സാമ്പിളിങ്ങിന് ചാൻസ് ഉണ്ട്. ഫ്രം സ്മോളർ സൈസ് ക്ലസ്റ്ററിൽ ഓവർ സാമ്പിളിംഗ് ചാൻസ് ഉണ്ട്. ആൻഡ് അണ്ടർ സാമ്പിളിംഗ് ഉണ്ടാവും. ലാർജർ ക്ലസ്റ്ററിൽ അവിടെ അണ്ടർ സാമ്പിളിംഗ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള മെത്തേഡാണ് മോസ്റ്റ് യൂസ്ഫുൾ. നമുക്കതിൻ്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും കൂടെ നോക്കിയിട്ട് ക്ലാസ് അവസാനിപ്പിക്കാം. അപ്പോൾ മെറിറ്റ്സിൽ ക്ലസ്റ്ററിന് അല്ലെങ്കിൽ മൾട്ടി സ്റ്റേജിന് ഫസ്റ്റ് മെറിറ്റ് എന്ന് പറയുന്നത് ദിസ് സാമ്പിളിംഗ് ടെക്നിക്ക് ഈസ് ചീപ്പാണ്, ക്വിക്കാണ്, ഈസി ഫോർ എ ലാർജ് പോപ്പുലേഷന് വേണ്ടി ഇത്തരത്തിലുള്ള മെത്തേഡ്സ് നല്ലതാണ്. ഇത് ഈസിയാണ്, ക്വിക്കാണ്. ലാർജ് പോപ്പുലേഷൻ ക്യാൻ ബി സ്റ്റഡിഡ്. ലാർജ് പോപ്പുലേഷൻ നമുക്ക് പഠിക്കാൻ സാധിക്കും. ഇറ്റ് റിക്വയർ ഓൺലി ലിസ്റ്റ് ഓഫ് ദ മെമ്പേഴ്സിന് ലിസ്റ്റ് മാത്രം മതി. എനേബിൾ ഇൻവെസ്റ്റിഗേറ്റർ ടു യൂസ് എക്സിസ്റ്റിംഗ് ഡിവിഷനിൽ യൂസ് ചെയ്യാൻ സഹായിക്കും. അതായത് ഡിസ്ട്രിക്റ്റ് ആക്കാം, അതിനെ വില്ലേജസ്, ടൗൺസിൽ നിന്ന് നമുക്ക് ക്ലസ്റ്റേഴ്സിന് എടുക്കാം. സെയിം ക്ലസ്റ്റർ ക്യാൻ ബി യൂസ്ഡ് അഗെയിൻ ഫോർ സ്റ്റഡി. സെയിം ക്ലസ്റ്റേഴ്സ് നമുക്ക് വീണ്ടും സ്റ്റഡിക്ക് വേണ്ടി യൂസ് ചെയ്യാം.
ഡീമെറിറ്റ്സ് എന്ന് വെച്ചാൽ ദിസ് ടെക്നിക് ഈസ് ദ ലീസ്റ്റ് റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ദ പോപ്പുലേഷൻ ഫ്രം ദ വേരിയസ് കൈൻഡ്സ് ഓഫ് പ്രോബബിലിറ്റി സാമ്പിളിംഗ്. അപ്പോൾ നമ്മൾ പ്രോബബിലിറ്റി സാമ്പിളിംഗ് എടുത്താൽ ഇത്തരത്തിലൊരു ക്ലസ്റ്റർ എടുക്കുമ്പോൾ അത് പോപ്പുലേഷൻ്റെ ലീസ്റ്റ് റെപ്രസെൻറ്റേറ്റീവ് ആയിരിക്കും. ദ ടെൻഡൻസി ഓഫ് ഇൻഡിവിജ്വൽ വിത്തിൻ എ ക്ലസ്റ്റർ ഈസ് ടു ഗെറ്റ് സിമിലർ ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പം ആ ക്ലസ്റ്ററിലുള്ള സാമ്പിൾസിന് സിമിലർ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. Moreover, there is a chance that the researcher can have an over-representation or under-represented cluster that can skew the result of the study with a cluster sample. അപ്പോൾ ഇതിൽ വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ റിസർച്ചറിന് ഓവർ റെപ്രസെൻറ്റേഷൻ അല്ലെങ്കിൽ അണ്ടർ റെപ്രസെൻറ്റേഷൻ ഓഫ് ദ ക്ലസ്റ്റേഴ്സ് ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ അത്തരത്തിൽ ഉള്ള ഇഷ്യൂസ് ഉണ്ടായി കഴിയുമ്പോൾ അവിടെ റിസൾട്ടിൽ സ്ക്യൂ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ക്ലസ്റ്റർ ഓർ മൾട്ടി സ്റ്റേജ് സാമ്പിളിംഗ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ്സസ് മനസ്സിലാകുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നഴ്സിംഗ് പഠിക്കുന്ന സ്റ്റുഡൻസിന് യൂസ്ഫുൾ ആയിരിക്കും. താങ്ക് യു.